നമുക്കറിയാം സുനാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF കുറെ വീട് നിർമ്മിച്ചു. പ്രളയം ഒരു വീട് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്, ഒരു വീട് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ടോ? ഫ്ലാഷ് ബാക്ക്. ഈ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ 15 ലക്ഷം തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ ചേരുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതം. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് താരക്കിട്ട് തട്ടാനല്ലേ? ലീഗ് വീടുണ്ടാക്കി തന്നിട്ട് നിങ്ങളതിൽ താമസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ആ പൈസ തിരിച്ചു വാങ്ങി സർക്കാരിന്റെ പദ്ധതിയിൽ അവർ ചേരുകയാണ് വേണ്ടത്. കാലിൽ കുഴുന്നകുത്തിന്റെ പേരില് പഞ്ചായത്തിൽ വികലാംഗ പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുണ്ടോ നീ? തീർച്ചയായിട്ടും അത് പാർട്ടി ഉൾപ്പെടെയുള്ള അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ സംസാരിക്കാം. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? ഇപ്പോ അവിടെ ഒരു ഗ്രാമം പണിയുക, എന്നിട്ടൊരു ലീഗിനൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കുക, ഒരു 100 വീടുള്ള ഒരു വലിയ കോളനി, അതൊക്കെ ഞങ്ങൾ വോട്ടാണ് എന്ന് വരുത്തി തീർക്കുക. നിന്നെ പോലത്തെ ഒരു പെരുന്നുണൻ ആരുടെ സത്യം പേരിട്ടത്? സത്യത്തിൽ സർക്കാരിന്റെ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞതിലൂടെ വരും തലമുറയെ പോലും ആ കുടുംബങ്ങൾ പ്രയാസപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഉറപ്പിക്കട്ടെ, ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. ലൈറ്റ് ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ, അടി തെറ്റി ആശാനും വീഴും. ഏതായാലും മുസ്ലിം ലീഗ് ജനങ്ങൾക്ക് കൊടുത്ത, പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കയിലെ ദുരന്തബാധിതർക്ക് കൊടുത്ത വാക്ക് പകുതിയോളം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞു. അത് നല്ല കാര്യം തന്നെയാണ്. ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടായപ്പോൾ കേരളം, ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ആ ദുരന്തത്തെ അതിജീവിക്കാൻ നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ പുനരധിവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പരമാവധി ആരോഗ്യവും വീണ്ടെടുക്കാൻ സഹായിക്കുന്ന പ്രക്രിയ എന്നതാണ്. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? നിനക്ക് തലയ്ക്കല്ല സുഖം. ഇപ്പോ ഈ ദുരന്തം നടന്നിട്ട് 21 മാസം പൂർത്തീകരിച്ചു. അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യവും സ്വാതന്ത്ര്യവും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ എനിക്കൊക്കെ? ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. മുഴുവൻ വീട് നഷ്ടപ്പെട്ടവർക്കും വാടക ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ഒരു വീട്ടിൽ 2 പേർക്ക് ജീവനോപാധിയായി 9,000 രൂപ വീതം 18,000 രൂപ കൊടുക്കുന്നു. ഏതെങ്കിലും വീട്ടിൽ കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ 9,000 രൂപ വീതമാണ് വിതരണം ചെയ്യുന്നത്. ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം, കേട്ട് ബോറടിച്ചു. വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും സ്വന്തം വീട് എന്ന അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് വീട്, ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ചുകൊണ്ട് വീട് നിർമ്മിച്ച് കൈമാറാൻ തീരുമാനിച്ചത്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? 178 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള പട്ടയവും ഉടമസ്ഥാവകാശവും അവർക്കെല്ലാം ഒരു അഡ്രസ്സ് കൃത്യമായി ടൗൺഷിപ്പിൽ തന്നെ, കൽപ്പറ്റ ടൗണിലെ 450 മീറ്റർ ചുറ്റളവിൽ തന്നെ കൊടുക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. ഇനി ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോൾ എന്താണ് അവസ്ഥ? ഈ ടൗൺഷിപ്പിൽ താമസിക്കാൻ കഴിയുന്നില്ല ദുരന്ത ബാധിതർക്ക്. ഉദ്ഘാടനത്തിന് ശേഷം നിർമ്മാണ ജോലികളൊക്കെ ഇഴയുകയാണ്. കണ്ടോ, ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടി കൊയ്യാക്കാം. അവിടെ 178 വീട്ടിലേക്കും ഒരേ സമയം തന്നെ ഗുണഭോക്താക്കൾക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വാട്ടർ കണക്ഷൻ, വെള്ളം ഉറപ്പുവരുത്തിയിരിക്കുന്നു. മറ്റ് സീവേജ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ അവർ ആ വീട്ടിലേക്ക് താമസം മാറ്റും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചേക്കും? ഞാൻ മനസ്സിലാക്കുന്നത് 2025 മാർച്ച് 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ടൗൺഷിപ്പിന് തറക്കല്ലിട്ടത്. ഈ ദുരന്തമുണ്ടായിട്ട് തന്നെ 2 വർഷം തികയാൻ പോവുകയാണ്. ഇതാണ് യുദ്ധകാലാടിസ്ഥാനത്തിനുള്ള പുനരധിവാസം. വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളുടെയും വാടക കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് ആണ്. ഒരു വീട്ടിൽ 18,000 രൂപ മാസം ജീവനോപാധിയായി കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് ആണ്. അവർക്ക് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട് സ്വന്തം വീടാക്കി മാറ്റാൻ വേണ്ടി സമയബന്ധിതമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ ഒരു സംശയമില്ല. പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ട് വാടകയ്ക്ക് താമസിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ അവസരമൊരുക്കുമെന്നത് മാത്രമായിരുന്നില്ലല്ലോ. യുദ്ധകാലാടിസ്ഥാനത്തിൽ ടൗൺഷിപ്പ് നിർമ്മിച്ച്
അവർക്ക് താമസം മാറ്റാനുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. അയ്യോ, അൽഷിമേസ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ പരിപാടി, അതെന്തായിരുന്നു ആ പരിപാടി? വീടുകൾ കൈമാറിയെന്നാണ് മുഖ്യമന്ത്രിയും PRDയും ഒക്കെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ വീടുകൾ കൈമാറിയിരുന്നില്ലല്ലോ. പിന്നീട് മന്ത്രി പറയുകയാണ് വീടല്ല പട്ടയമാണ് കൈമാറിയതെന്ന്. അപ്പൊ ജനങ്ങളെ ശരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറ്റിക്കുകയായിരുന്നു. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ഈ ചോദ്യം ആദ്യം താങ്കൾ ചോദിക്കേണ്ടത് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോടാണ്. 28 ഫെബ്രുവരി മാസം ലീഗ് അത്തരത്തിലൊരു ചടങ്ങ് നടത്തിയെങ്കിൽ ഫെബ്രുവരി മാസം 29-നാണ് ഗവൺമെന്റ് പട്ടയ വിതരണമടക്കം വീട് അവിടുത്തെ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദ്യഘട്ട ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനൊന്നും ഇല്ലേ? ഇന്നേ വരെ ലീഗ് ഫെബ്രുവരി മാസം 28-ാം തീയതി കൈമാറിയ വീട്ടിൽ താമസം ആരംഭിച്ചിട്ടില്ല എന്ന് താങ്കൾ മനസ്സിലാക്കിയിരുന്നോ? എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? കഴിഞ്ഞ ആഴ്ച ഇതേ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയുമായി മറ്റൊരു ചാനലിൽ ഞാൻ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഏത് നിങ്ങൾ കൈമാറിയ വീട്ടിൽ താമസമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, താമസമില്ല, ആരും താമസിച്ചിട്ടില്ല. അപ്പോൾ ലീഗ് അന്ന് ഫെബ്രുവരി മാസം 28-ാം തീയതി നടത്തിയ പരിപാടി എന്തായിരുന്നു എന്ന് താങ്കളൊന്ന് ചോദിച്ചേ. എനിക്ക് ഇവിടെ വരുന്നുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പോലെ അല്ലല്ലോ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. നടത്തിയ പരിപാടി, സർക്കാർ എന്ന നിലയിൽ അന്ന് നടത്തിയ പരിപാടി എന്തായിരുന്നു യഥാർത്ഥത്തിൽ? ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിൾ. അതായത് മറ്റേ ഇതില്ലടാ, നിഷേ, ഉറങ്ങിക്കിടക്കുന്നവരെ നമുക്ക് ഉണർത്താം, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉയർത്താൻ പറ്റില്ല. ഞാൻ ആദ്യം കോട്ട് ചെയ്തല്ലോ, ഒരു 2-3 മാസം മുമ്പേ ഇതേ ചോദ്യം നിങ്ങൾ ചോദിച്ചതാണ്. എന്താണ് ഈ ഗൃഹപ്രവേശം, എന്താണ് പുനരധിവാസം എന്നൊക്കെ താങ്കൾ ചോദിച്ചത് ഇപ്പോഴും നവമാധ്യമങ്ങളിൽ വളരെ ലൈവാണ്. കൃത്യമായി അവിടെ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തു, എല്ലാവർക്കും പട്ടയം വിതരണം ചെയ്തു, എല്ലാവരുടെയും വീട് നറുക്കെടുപ്പിലൂടെ ഐഡന്റിഫൈ ചെയ്തു. കോമൺ എല്ലാ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് നറുക്കെടുത്തത്. ഒരർത്ഥത്തിൽ നീയല്ലേ രാജാവ്, പെരുന്നുണകളുടെ മഹാരാജാവ്. ഓരോരുത്തരുടെയും വീട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ആ വീട് അവർക്ക് കാണാനുള്ള അവസരമുണ്ടായി. അതിന്റെ ഒരു താക്കോൽ അവർക്ക് കൈമാറി. ആ വീട്ടിൽ ഓരോരുത്തരുടെയും അഡ്രസ്സിൽ വാട്ടർ കണക്ഷൻ എടുത്തു, വൈദ്യുതി കണക്ഷൻ എടുത്തു. അത് കൃത്യമായി പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടം ഇപ്പോൾ നടന്നു. അല്ല, തുറന്ന് കണ്ടിട്ട് പോവില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഗവൺമെന്റ് ഇതുമായി അല്ല നിഷ ഉറങ്ങുകയല്ല. നിഷ, താങ്കൾ ഉറങ്ങുകയല്ല, താങ്കൾ ഉറക്കം നടിക്കുകയാണ്. താങ്കൾക്ക് ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തണം. ഈ പ്രളയ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിച്ചുകൊണ്ട് ലോകത്തൊരിടത്തുമില്ലാത്ത ടൗൺഷിപ്പ് ഇല്ല. നിങ്ങൾ ഒരിടത്തുമില്ലാത്ത ടൗൺഷിപ്പ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വയനാട് വരെ പോകണം. ചൂരൽമല മുണ്ടക്കയിൽ പോയി കാണാൻ ശ്രമിക്കണം. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഹോർഡിങ്ങുകളിൽ എഴുതി വെച്ചിരുന്നതും ഈ വയനാട്ടിൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിച്ച സർക്കാർ എന്നാണ്. ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെയാണ് എന്റെ ചോദ്യം. അന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ ഈ ആളുകൾക്ക് സർക്കാർ വീടുകളുടെ താക്കോൽ കൊടുത്തിരുന്നോ? നിങ്ങൾ അവിടെ പോയി താമസിച്ചോളൂ എന്ന് പറഞ്ഞ് ആളുകളെ താമസിക്കാൻ തരത്തിൽ ആ പ്രദേശം, ആ വീടുകൾ നിങ്ങൾ തയ്യാറാക്കിയിരുന്നോ എന്നുള്ളതാണ്. ആരോടാ നീ സംസാരിക്കുന്ന അറിയാമോ? എന്റെ തനി സ്വഭാവം നിനക്കൊന്നും അറിയില്ല. കാരണം ഇപ്പോ ഈ വിഷ്വലിൽ കാണുന്ന മന്ത്രി രാജൻ പെൻസിൽ മാർക്ക് മായ്ക്കാൻ ശ്രമിക്കുന്നതിന് ശേഷം മന്ത്രി പറഞ്ഞത് വീടല്ല പട്ടയമാണ് കൈമാറിയെന്നാണ് മന്ത്രി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് വീട് കൊടുത്തു എന്ന് പറയുകയും തെരഞ്ഞെടുപ്പിന് ശേഷം വീടല്ല പട്ടയമാണ് കൊടുത്തതെന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് ന്യായമാണ്? നിനക്ക് എത്ര തന്തയുണ്ടാ?